എനിക്ക് പറയാനുള്ളത് ദുബായിൽ എത്തിയിട്ടുള്ള സ്പെഷ്യലി ഗേൾസിനോടാണ്. നിങ്ങളെ വിസിറ്റിങ്ങിനൊക്കെ വരുമ്പോൾ സഹായിക്കാൻ ഒരുപാട് സന്മനസ്സുള്ള ചേട്ടന്മാർ കാണും. പക്ഷേ അവരുടെയൊക്കെ വാഗ്ദാനങ്ങളിൽ, സ്നേഹം നിറഞ്ഞ വാഗ്ദാനങ്ങളിൽ വീണ് പെട്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഡയറക്റ്റ് നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴും എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ആലോചിക്കുക, ഒരാൾ നിങ്ങളെ ഇങ്ങോട്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കതിന് പിന്നിൽ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും. ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ദുബായിൽ അത്രയും കഴിവുള്ള ഒരുപാട് പിള്ളേർ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജോലി കിട്ടാതാവുമ്പോൾ അവർക്ക് ഇന്റർവ്യൂ കോളോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിൾ വഴിയോ ഒക്കെ പരിചയപ്പെടുന്ന ഒരുപാട് ആൾക്കാരെയായിട്ട് എങ്ങനെ പറയാ, എനിക്കത് പറയാൻ പോലും ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ട്രാപ്പിലായിട്ടുള്ള ഒരുപാട് പിള്ളേരെ എനിക്കറിയാം. കാരണം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊരു വൈഫോ കുട്ടികളോ ഒക്കെ ആയിട്ട് നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരിതുപോലെ ജോലി തരാം, അല്ലെങ്കിൽ ഇവരുടെ എക്സ്പെൻസ് നോക്കാം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ എക്സ്പെൻസ് എന്ത് കാര്യത്തിനാണ് അവർ നോക്കുന്നത്? നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ സെറ്റാക്കാനാണ്, അല്ലാണ്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനല്ലല്ലോ, സെൽഫ് ഏൺ ചെയ്യാനല്ലേ. അപ്പം ഇത് ഞാൻ പറയുന്നത് വരാൻ പോകുന്ന ആൾക്കാരോടാണ്. ഒരുപാട് ചിരിച്ച് കാണിക്കാനും നിങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ തരാനും ഒരുപാട് പേരുണ്ടാവും. ഡോണ്ട് ട്രസ്റ്റ് ദം. ഐ ആം ടെല്ലിങ്, നെവർ എവർ.